ചത്ത പച്ച ഇടി എന്ന് പറഞ്ഞാൽ നല്ല കിൻറ്റൽ ഇടി. നിങ്ങൾ WWE ഫാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചത്ത പച്ച എന്ന മൂവി കാണണമെന്ന് ഞാൻ മസ്റ്റായിട്ട് പറയും. മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജിന് കുറച്ച് മുകളിലുള്ള ഒരു മൂവിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഓവർ ഹൈപ്പ് എടുത്ത് നിങ്ങൾ ആരും പോയി കാണേണ്ട കാര്യമില്ല. നിങ്ങളൊരു WWE ഫാനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു മൂവി ആയിരിക്കും. കാരണം നിങ്ങൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും WWEയുടെ കുറച്ചൊരു മലയാളം വേർഷനാണ് ഈ ഒരു മൂവിയുടെ തീം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയുണ്ട്. നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ അത് മനസ്സിലാവും. ഈ ഒരു റിവ്യൂവിൽ ഒരു സ്പോയിലറും ഞാൻ തരുന്നില്ല. ഓക്കെ, വാൾട്ടറും പിള്ളേരും ഇറങ്ങിയിട്ടുണ്ട്. സോ വാൾട്ടർ സ്പോയിലർ ഞാൻ തരുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് മൂവിയുടെ ഡീറ്റെയിലിലോട്ട് പോവാം. നല്ലൊരു മൂവിയാണ് ഞാൻ പറയും. എന്ന് വെച്ച് നിങ്ങൾ റിവ്യൂസൊക്കെ കണ്ട് ഓവർ ഹൈപ്പ് എടുത്ത് പോയി കാണാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരു എബോവ് ആവറേജ് മൂവിയാണ്. സൂപ്പർ ഹിറ്റ് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. മേ ബി ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. മൂവി നിങ്ങൾ കാണണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയി കാണണം. കാണാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ഉണ്ട് മൂവി. കാരണം അതിൻ്റെ മേക്കിംഗ് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. നല്ല കിട്ടില്ല ഒരു മേക്കിംഗാണ് ഗൈസ്. അത് ഹാറ്റ്സ് ഓഫ് ആരാണ് ചെയ്തതാണെങ്കിലും. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. എന്തൊക്കെയാണ് ഡീറ്റെയിലെന്ന് മൊബൈലിൽ നോക്കണം, എനിക്കറിഞ്ഞൂടാ. നിങ്ങളൊരു WWE ഫാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സംഭവമൊക്കെ ക്യാച്ച് ആവും. അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ മേ ബി പടം ഇഷ്ടപ്പെട്ടെന്നും വരില്ല. സോ അങ്ങനത്തെ ഒരു പടമാണ്. ഒരു മിക്സഡ് റിവ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ആദ്യത്തെ 2 ദിവസം നോക്കുവാണെങ്കിൽ ചിലപ്പം WWE ഫാൻസിൻ്റെ റിവ്യൂ ഒക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. എന്തായാലും ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ പോയി കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. കാരണം നിങ്ങൾ WWE കണ്ടിട്ടുണ്ടാകത്തില്ല. സോ അതൊരു സംഭവമാണ്. മൂവി ഓവറോൾ കൊള്ളാം. നല്ലൊരു പടം. നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാം. പ്രോപ്പർ WWEയുടെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാർ, അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, പുള്ളി സ്വാഗ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ സ്വാഗ്. പിന്നെ ഇഷാൻ ഷൗക്കത്ത്, നമ്മുടെ മാർക്കോയിൽ മരിച്ചു പോകുന്ന അനിയനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനൊക്കെ കിട്ടില്ല. ഒരു രക്ഷയില്ല. വേറെ ലെവലിലാണ് പുള്ളിക്കാരനൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സിദ്ദിഖുണ്ട്. പിന്നെ ഒരു കുഞ്ഞു മോളുണ്ട്. മോള് കിട്ടില്ലോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോള് ഭയങ്കര ഒരു ഹൈലൈറ്റാണ് ആ മൂവിയിൽ. നല്ലൊരു മൂവി, ഒന്നും പറയില്ല. ഡയറക്ടർ ഒരു പുതിയ ഒരാളാണ്, അദ്വൈത് നായർ എന്ന് പറയുന്നത്. പുള്ളി നല്ല കിട്ടില്ലോയിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്, എഡിറ്റിംഗ് ആണ്. പിന്നെ BGM ചെയ്തിരിക്കുന്ന മജീദാണ്. നമ്മുടെ ഇക്കോ മൂവിയിലേക്ക് BGM ചെയ്തിരിക്കുന്ന പുള്ളി വേറെ ലെവൽ കിട്ടില്ലോണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഒരു 3-4 പേരുണ്ട്. അത് നമ്മളെടുത്ത് പറയണമെന്നില്ല. ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഒരാൾ നമ്മുടെ സനൂപ് തൈക്കുടം എന്ന് പറയുന്ന ഒരാളാണ്. സിനിമാറ്റോഗ്രാഫർ ആനന്ദ് C. ചന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിയാണ്. ഇത് രണ്ടും അവർ കിട്ടില്ലോയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറി ലെവലിലോട്ട് പോകാം. ഫസ്റ്റ് ഹാഫ് ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നൊരു മൂവിയാണ്. നമുക്ക് ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് തൊട്ട് ഒരു സ്വാഗ് അടിച്ചു തുടങ്ങും. കിട്ടില്ലോ. സെക്കൻഡ് ഹാഫ് കത്തിയങ്ങ് നിൽക്കുന്നൊരു സീനുകളാണ്. പക്ഷേ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നല്ലൊരു പവർഫുൾ വില്ലൻ ഈ ഒരു സ്റ്റോറി ലൈനിൽ മിസ്സിങ് ആണ്. ഒരു പവർഫുൾ വില്ലനും കൂടെ വന്നിരുന്നെങ്കിൽ എനിക്ക് കഥ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് തോന്നി. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബട്ട് ഇതൊരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. സോ നല്ല രസിച്ചിരുന്ന് കാണാം. നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നത്തില്ല. സ്റ്റോറി അതേപോലത്തെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. മിസ്സിങ് എന്ന് എനിക്ക് തോന്നിയത് ഒരു ഫൈറ്റ് മൂവിയാകുമ്പോൾ നല്ല കിട്ടിലൊരു വില്ലൻ ഉണ്ടെങ്കിൽ എന്തായാലും പൊളിക്കും. പക്ഷേ അത് ഇതിൽ കുറവാണെന്ന് തോന്നി. കുറച്ചുകൂടെ ഒരു ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഒരു ക്യാമിയോ ഉണ്ട്, വാൾട്ടറും പിള്ളേരും. അതിൽ വാൾട്ടറാണ് ക്യാമിയോ. സോ അത് നിങ്ങൾക്ക് ആ ട്രെയിലറിൽ അറിയാം. പിന്നെ കുറേ റൂമറുണ്ട് ആരാണെന്നൊക്കെ. എന്തായാലും ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നു കാണുക. നിങ്ങൾ കമൻസിലൊക്കെ ചിലപ്പം ആരാണെന്നൊക്കെ അറിഞ്ഞു കാണും. ആ ക്യാമിയോയ്ക്കും ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ക്യാമിയോ റോളിൻ്റെ ഇൻട്രോ സൂപ്പറാണ്. പക്ഷേ ക്യാമിയോ റോൾ വന്ന് നിന്നിട്ട് എന്താടാ പിള്ളേരെ ഇങ്ങനെ ഒരു സൗണ്ടുണ്ട്. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. ആ ഒരു ക്യാമിയോ റോളിന് കുറച്ചുകൂടി ഒരു ബാസി നോട്ടിലുള്ളൊരു സൗണ്ട് കൊടുക്കായിരുന്നു.
അതെനിക്കൊരു മിസ്സിങ് ആയിട്ട് തോന്നി. പിന്നെ എന്തുവാ, നമുക്ക് കണ്ടിരിക്കാം, ഫൺ എൻ്റർടൈൻമെൻ്റാണ്. അതുകൊണ്ട് ഒരു രസമുള്ളൊരു പടം കണ്ടിരുന്ന് അങ്ങ് പോവാം. അഭിനയിച്ച ഓരോരുത്തരും കിട്ടിലുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, അവർ നല്ല കിട്ടിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പം ഓവറോൾ മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മൂവി നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാൽ വെർത്താണെന്ന് പറയാം. പക്ഷേ നിങ്ങളൊരു OTT ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് അത്ര ഒരു ഹൈപ്പ് ഈ മൂവിക്ക് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ മേക്കിംഗ് ആണ് എടുത്ത് പറയേണ്ടത്. അത് നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡെപ്ത്ത് ഫീൽ ചെയ്യത്തുള്ളൂ. എങ്ങനെ ഈ സീനൊക്കെ കിട്ടില്ലാണല്ലോ എന്നും പറഞ്ഞു. ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ WWE അവരൊരു മലയാളം വേർഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ല കിട്ടില്ലായിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല. നമ്മൾ ഈ WWE കണ്ട കുറേ സാധനങ്ങൾ അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫൈറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പിള്ളേരായിരുന്നപ്പോൾ നമ്മൾ ബെഡിലൊക്കെ കിടന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സിമിലർ ഫൈറ്റുകൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ WWEക്കായിരുന്ന ചോക്ക് സ്ലാം, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഈ ഒരു മൂവിയിൽ അവർ കറക്റ്റായിട്ടൊന്ന് റെപ്ലിക്കേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കിട്ടില്ലായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഗൂസ് ബംപ്സ്. അന്യായമാണ് മോളെ, അന്യായം. WWE ഫാനാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയിരുന്ന് വാച്ച് ചെയ്യണം. ഇപ്പം ഇൻ കേസ് നിങ്ങൾ WWE ഫാൻ അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, അടിച്ചുപൊളി ഫൈറ്റ്, ഇടിയെന്ന് പറഞ്ഞാൽ നല്ല കിൻഡൽ ഇടിയുള്ള ഒരു മൂവി കാണണമെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൂവിയാണ്, നിങ്ങൾ പോകണം. കിൻഡൽ ഇടി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാർക്കൊന്നും പ്രതീക്ഷിക്കില്ല. അത് കിൻഡലിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു സാധനമാണ്. സോ അത്രയൊന്നും പ്രതീക്ഷിച്ച് പോയില്ല. എങ്കിലും അത്യാവശ്യം നല്ലൊരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ചത്താപ്പച്ച എന്ന് പറയുന്നത്. അപ്പം ഔട്ട് ഓഫ് 5 ഞാൻ ഈ മൂവിക്ക് കൊടുക്കുന്നൊരു റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ 3 ആണ്. എനിക്ക് ആവശ്യത്തിന് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അത്ര തീരെ കൊള്ളില്ലാത്തൊരു പടമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത്യാവശ്യം നല്ലതുപോലെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. നിങ്ങൾ ഭയങ്കര ഹൈപ്പ് എടുത്ത് നിങ്ങൾ പോയി കാണേണ്ട ഒരു പടവും അല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഫ്രീ ടൈമുണ്ട്, ഒരു മൂവിക്ക് കയറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി തീർച്ചയായിട്ടും കാണുക. അങ്ങനത്തെ ഒരു മൂവിയാണ്. അല്ലാതെ നിങ്ങൾ റിവ്യൂസ് എല്ലാം കണ്ടിട്ട് റിവ്യൂസിൽ പൊളിയാണ്, മറ്റേതാണ്, അഭിനയിച്ചത് എല്ലാവരും പൊളിയാണ്, നിങ്ങൾ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ പൊളിയാണ്, സിനിമാറ്റോഗ്രാഫി നോക്കുകയാണെങ്കിൽ പൊളിയാണ്. പക്ഷേ എവിടെയൊക്കെയോ ഒരു പഞ്ച് കുറവുണ്ട് സ്റ്റോറി ലൈനിൽ. അത് എവിടെയൊക്കെ ഒരു മിസ്സിങ് ഉണ്ട്. ഈവൻ ക്യാമിയോ റോളാണെങ്കിൽ പോലും ക്യാമിയോ റോളിന് തന്നെ ആ ഒരു വോയിസ് മോഡുലേഷൻ മാച്ച് ആവാത്തതുപോലേക്ക് തോന്നി. സോ ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. മൂവി കൊള്ളില്ലെന്നല്ല പറയുന്നത്, കൊള്ളാം, ബട്ട് എവിടെയൊക്കെ ഒരു മിസ്സിങ്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ പോയി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കമൻറ്റ് ചെയ്യണം. നാളെ മറ്റൊരു മൂവി റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതാണ്. നിവിൻ പോളിയുടെ ബേബി ഗേൾ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആയിട്ട് വരുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സീ യു, ബൈ.